വീട്ടിലിരുന്നു കൊണ്ട് ചെറിയൊരു ജോലി ചെയ്ത് കുറച്ച് വരുമാനമുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരിക്കാം, എന്നാൽ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഒരു പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കണം എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ചെയ്യണം, പക്ഷേ അതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊന്നും എൻ്റെ കയ്യിലില്ല, ലോൺ എടുക്കാൻ സാഹചര്യങ്ങളില്ല, പക്ഷേ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി എന്നാൽ അതിനൊരു ബിസിനസ്സാക്കി വളർത്താൻ സാധിക്കുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ സാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ചത്. ഇതേ സാഹചര്യങ്ങളായിരുന്നു എൻ്റെയും സാഹചര്യം. അപ്പോൾ അതേ സാഹചര്യങ്ങളുണ്ടായിരുന്ന ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് വന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതാണ് ഈ യൊമാട്ടി ക്ലബ്ബിലെ യൊമാട്ടി ടോക്സിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഇതിനു മുമ്പ് ഞാൻ 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എന്താണ് എൻ്റെ യൊമാട്ടിയുടെ ബിസിനസ്സിൽ ഞാൻ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. പരമാവധി അതിൽ എങ്ങനെയൊക്കെ ചെയ്തു, എങ്ങനെ എൻ്റെ ബിസിനസ്സിനെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നു, എങ്ങനെ അതിനെ ഡിസൈൻ ചെയ്തു, എന്താണ് ഞാൻ ചെയ്യുന്നത്, അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോമോൻ മാത്യു. നിങ്ങൾ മുൻപത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാനിവിടെ ജർമ്മനിയിൽ യൊമാട്ടി എന്നൊരു ബ്രാൻഡിൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ പതിയെ ഇറക്കിക്കൊണ്ട് വരികയാണ്. അതിൽ ആദ്യമായി ഞാൻ ചെയ്ത കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ വൈഫ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 പേര് ജോലി ചെയ്യുന്നു, 2 കുട്ടികളെ ഞങ്ങൾക്കുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് ഒരു പുറത്തു പോയൊരു ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാനിത് തുടങ്ങാൻ കാരണം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്നുള്ളതൊക്കെ. അതുകൊണ്ട് അത് ഞാൻ ഇപ്രാവശ്യം പറയുന്നില്ല. അപ്പോൾ ഒരു അധിക വരുമാനം, ഒരു എക്സ്ട്രാ വരുമാനം കൂടി എനിക്ക് വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിത് ആലോചിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞാൻ പല രീതിയിലുള്ള ഒത്തിരി പഠനങ്ങൾ, അത് ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്തെടുത്ത ഒരു പരിപാടിയാണ് ഈ യൊമാട്ടിയുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി. ഇതിൽ ഞാൻ ആദ്യമായി ചെയ്യുന്നത്, ഇതിൽ ഞാൻ പ്രത്യേകം പറയുന്നത്, ഇത് ഞാൻ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ തന്നെ കോപ്പി ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൽ ഓരോ ഡയമെൻഷൻസിൽ നിന്ന് മാത്രം എടുത്ത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല മാത്രം ചെയ്താലും മതിയാവും. ഞാനിതിനെ 3-4 ഡയമെൻഷൻസിലാണ് ഇതിൻ്റെ ഗ്രോത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ഉണ്ടാക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ലെതർ വാലറ്റ്സ് ആണ്. അത് നിങ്ങൾ എൻ്റെ മറ്റ് പേജുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യൊമാട്ടി എന്നോ യൊമാട്ടി ജോമോൻ മാത്യു എന്നോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിങ്ങൾക്കത് എൻ്റെ മറ്റ് പേജുകൾ കാണാൻ സാധിക്കും. ഇത് ഞാൻ എൻ്റെ പച്ചയ്ക്ക് തുറന്നു പറയാൻ വേണ്ടിയിട്ട്, ഞാൻ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ചാനലാണ് യൊമാട്ടി ക്ലബ്ബ്. അതുപോലെ തന്നെ ഈ ക്ലബ്ബിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ അവസരം മുന്നോട്ടുണ്ടാവും. ഇപ്പോൾ തുടക്കത്തിൽ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ആദ്യമായിട്ട് ചെയ്ത ഈ യൊമാട്ടി ബിസിനസ് സ്ട്രാറ്റജിയിൽ ആദ്യത്തെ കാര്യമാണ് ലെതർ ഉപയോഗിച്ച് ലെതർ വാലറ്റ്സ് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പക്ഷേ നമുക്കറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലെതർ സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ലെതർ ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ലെതർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്നോ ഒരു ഐഡിയയും എനിക്കില്ല. പക്ഷെ ഞാൻ ലെതർ ചെയ്യാമെന്ന് വിചാരിച്ചു, ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ ഞാൻ പിന്നെ ലെതർ വാലറ്റ്സിലേക്ക് എത്തി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ലെതർ വാലറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നല്ലതായിട്ടൊരു അട്രാക്റ്റീവ്നെസ് തോന്നാൻ കാര്യമുണ്ട്. അപ്പം പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, വലിയ മലമറിക്കുന്ന ഒരു ടാസ്ക് ഒന്നുമല്ല, പഠിച്ചെടുക്കാവുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ലെതർ വാലറ്റ് എന്നതിലേക്ക് എത്തി. അപ്പോൾ ആ ലെതർ വാലറ്റ്സ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഞാനിവിടെ ജർമ്മനിയിലാണ്. അപ്പോൾ ആ ലെതറിന് നല്ല വിലയുണ്ട്. അതുപോലെ ഒരു സാധനം ഇവിടെ വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ നല്ല ടാക്സ് റേറ്റ് ഞാൻ കൊടുക്കണം, അതുപോലെ മേടിക്കുന്നവർ കൊടുക്കണം. അപ്പം നല്ല വിലയാണ്. ഇവിടുത്തെ ഒരു വില നിലവാരം അനുസരിച്ച് അതിൻ്റെ നല്ലൊരു വില ഇട്ടാലേ ഉള്ളൂ എനിക്കത് എന്തെങ്കിലും ഒരു എന്താ പറയുക, നഷ്ടമില്ലാതെയെങ്കിലും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു ലെതർ വാലറ്റ് ഉണ്ടാക്കിയിട്ട് അതിനൊരു ക്വാളിറ്റി പറയാൻ എനിക്ക് ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്, ഞാനിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചുണ്ടാക്കിയെടുത്ത കുറേ സെറ്റപ്പുകളാണ് ഞാൻ ഈ പറഞ്ഞ 3-4
ഡയമെൻഷൻസ്. അതിൽ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം വാലറ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പം ഞാൻ വാലറ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈസിയായ കാര്യമല്ല. അത് ആദ്യത്തെ വാലറ്റ് ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒരുപാട് മണിക്കൂറുകൾ എടുത്തിട്ടാണ്. ഒരുപാട് ടൂൾസുകളൊന്നും എൻ്റെ ഇല്ല. കുറച്ച് ടൂൾസ് ഞാൻ വാങ്ങിച്ചു, പക്ഷേ പല ടൂൾസുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയത്തില്ലായിരുന്നു. പിന്നെ കുറേ ടൂൾസുകൾ എന്നിട്ട് പിന്നീടും വേണ്ടി വരുമായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ഒരു തരത്തിൽ അത് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷേ അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യും, എങ്ങനെ അതിനെ പർച്ചേസ് ചെയ്യിപ്പിക്കും, അതിനൊരു വാല്യൂ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രത്യേക രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ആ വാങ്ങിക്കുന്ന ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയേക്കാളും ഞാനിത് എല്ലാ ഈ സോഷ്യൽ മീഡിയ ഒരു പേജ് ഉണ്ടാക്കി, ഒരു ബ്രാൻഡ് ഉണ്ടാക്കി, അതിനുവേണ്ടി ഒരു ലോഗോ ഉണ്ടാക്കി, അതിനു വേണ്ടിയിട്ട് കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ പേജുകൾ ഉണ്ടാക്കി, ആ പേജുകളിൽ ഇതിനെ ഞാൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ചുമ്മാ അങ്ങ് പബ്ലിഷ് ചെയ്താൽ ആരും അങ്ങൊന്നും മേടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഈ മേടിക്കുന്ന ആൾക്ക് അയാൾക്ക് മുടക്കുന്ന കാശിൽ നിന്നും ഒരു മുതലായി. നമുക്കങ്ങനെയാണല്ലോ, നമ്മൾ ഏത് സാധനം മേടിച്ചാലും നമുക്ക് നഷ്ടം തോന്നിയെന്നോർത്ത് നമ്മൾ ഒരു സാധനവും മേടിക്കത്തില്ല. അപ്പം അതാണ് ബേസിക് തിങ് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെ എൻ്റെ പ്രോഡക്റ്റിൽ കൊണ്ടുവരാമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഇത് വിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഷോക്കേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനിത് സാധനം വിൽക്കുന്നതിനേക്കാളും ഉപരി എൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയ പേജുകളിലെ ഇൻഫ്ലുവൻസസ്, വ്യൂവർഷിപ്പ്, ഇത് കാണുന്ന ആളുകളിൽ എൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നതോടൊപ്പം തന്നെ ഈ പർച്ചേസ് ചെയ്ത ആൾക്ക് അയാളുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോഴാണ് അയാൾക്ക് അതിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു വാലറ്റിന് ഒരു എക്സ്ട്രാ വാല്യൂ കിട്ടി എന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക, റിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക, തോന്നിപ്പിക്കലല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വാലറ്റിന് ഞാൻ ബേസ് പ്രൈസായിട്ട് €50 ഫിക്സ് ചെയ്തു. അതിനുശേഷം ഇവിടെ ജർമ്മനിയിലൊരു സാധനം വിൽക്കുമ്പോൾ വാറ്റ് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ വാറ്റ് 19%, അത് ഏത് കസ്റ്റമർ ആണെങ്കിലും പേ ചെയ്യണം. അപ്പം പിന്നെ വാറ്റും കൂടെ വരുമ്പോൾ ഇപ്പോൾ €50 ആണെങ്കിൽ വാറ്റ് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഒരു €59.5 വരും. അത്രയും വിലയുള്ള ഒരു സാധനം ആര് മേടിക്കാൻ വരും? അയാൾക്ക് എങ്ങനെ അതിനെ മുതലാക്കി വിൽക്കാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതിനെ മാർക്കറ്റ് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു വ്യക്തിയായിട്ടാണ് വന്ന് വാങ്ങിക്കുന്നതെങ്കിൽ അയാളെ എങ്ങനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ ഇത് വാലറ്റ് ആയതുകൊണ്ട് ഇതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിലാണ്, ലൈക്ക് ബർത്ത്ഡേ. ഇപ്പോൾ ഇത് വാലറ്റ് ആയതുകൊണ്ട് കൂടുതലും ജെൻസിൻ്റെ വാലറ്റാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ലേഡീസിൻ്റെ പ്രോഡക്റ്റുകൾ വരും. ഇപ്പോൾ തുടക്കത്തിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ ചെയ്ത് അതൊന്ന് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്പം ജെൻസിൻ്റെ വാലറ്റാണ് ഉണ്ടാക്കുന്നത്. ജെൻസിന് എപ്പോഴാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഗിഫ്റ്റ് കൊടുക്കാൻ ചാൻസ് ഉള്ള അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ ബർത്ത്ഡേക്ക്, പിന്നെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്. ഇപ്പം ഭാര്യയ്ക്ക് ഭർത്താവിന് ഒരു ഗിഫ്റ്റായിട്ട് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാലറ്റ് കൊടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ജർമ്മനിയിലാണ്. അപ്പോൾ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. അപ്പോൾ അവർക്ക് അത് വാങ്ങിക്കാനുള്ളൊരു പർച്ചേസിങ് പവറുണ്ട്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ മലയാളികളായിട്ടുള്ള കുടുംബങ്ങളിലെ ഭാര്യമാർക്കാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു പവറുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഇതെങ്ങനെ വാങ്ങിപ്പിക്കാം, അത് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ചെയ്യേണ്ടത് അവരുടെ ഹസ്ബൻഡ്സിൻ്റെ ബർത്ത്ഡേക്ക് അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ബർത്ത്ഡേ ഉള്ള ഹസ്ബൻഡിൻ്റെ അവരുടെ ഭാര്യമാർ ഫോട്ടോയും അവരുടെ വീഡിയോസ് ക്ലിപ്സുകളൊക്കെ അയച്ചു തരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അവർ തരുന്ന ഫോട്ടോ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഒരു ഭാര്യയായിട്ടുള്ള ഒരു സ്ത്രീ നമുക്ക് ഒരു ഓർഡർ തന്നാൽ അവരാവശ്യപ്പെടുകയാണെങ്കിൽ ആ അവരുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഈ പർട്ടിക്കുലർ വീഡിയോസ് നമ്മൾ റിലീസ് ചെയ്യും. അവരെ വിഷ് ചെയ്യുകയും അവരയച്ചു തരുന്ന ഫോട്ടോകൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നിരവധിയായ ആളുകളിലേക്ക് അത് കാണുകയും ചെയ്യുമ്പോൾ ആ ഹസ്ബൻഡിന് ഒരു സന്തോഷം ഉണ്ടാവും, അതുപോലെ വൈഫിനും ഒരു സന്തോഷം ഉണ്ടാവും. എന്താണ്, അവരുടെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് അവളൊരു ഗിഫ്റ്റ് കൊടുത്തു, അത് ഇത്രയേറെ ഒരു ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലിൽ, മൾട്ടിപ്പിൾ ചാനലുകളിൽ അവരുടെ വീഡിയോ കാണിക്കപ്പെട്ടു എന്നതുകൊണ്ട് അവർക്കൊരു എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ആ വൈഫിനും ഉണ്ടാവും, ഹസ്ബൻഡിനും ഉണ്ടാവും, അതുപോലെ തന്നെ എനിക്കത് ഒരു പ്രീമിയം വില കിട്ടുകയും ചെയ്യും. പ്ലസ് അത് കൂടാതെ തന്നെ അത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്. അതും കൂടാതെ തന്നെ അതിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് എൻ്റെ ക്വാളിറ്റി അത്ര ഇല്ലാത്തത് കൊണ്ടും
പക്ഷേ എൻ്റെ സ്ട്രാറ്റജി പ്രീമിയം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ 10 വാലറ്റിന് ഒരു സ്പെഷ്യൽ ഓഫർ വെച്ചു. അതായത് അത് സോഷ്യലി നമുക്ക് പെട്ടെന്ന് ഓഡിറ്റബിൾ ആണ്. അതാണ് അതിൻ്റെ അകത്ത് പ്രത്യേകത. ഞാനൊരു ഓഫർ വെച്ചു. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ അറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും കൂടി എനിക്ക് 500K ഫോളോവേഴ്സ് എത്തുകയാണെങ്കിൽ എനിക്ക് ഈ ആദ്യത്തെ 10 വാലറ്റ് വാങ്ങിച്ചവർക്ക് 1000 യൂറോ 1000 രൂപയല്ല 1000 യൂറോ വെച്ച് ആദ്യത്തെ 10 വാലറ്റ് വാങ്ങിച്ചതോ, അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസവും ഒരെണ്ണം ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 10 എണ്ണത്തിൽ ഗീവ് അവേ കിട്ടിയാലും കുഴപ്പമില്ല, പർച്ചേസ് ചെയ്താലും കുഴപ്പമില്ല. ആദ്യത്തെ 10 എണ്ണം കിട്ടിയവർക്ക് 5 വർഷം കഴിഞ്ഞ്, എനിക്ക് 5 വർഷം സമയം കിട്ടണം, കാരണം ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 500K ഫോളോവേഴ്സ് എല്ലാ ചാനലുകളിലും കൂടി, ലൈക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ഇവിടെ ഒക്കെ ടിക്ടോക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും ചാനലുകളിൽ കൂടി എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്രധാന പേജുകളെല്ലാം കൂടി 500K ഫോളോവേഴ്സ് എത്തുകയാണെങ്കിൽ ഞാൻ ഈ ആദ്യത്തെ 10 വാലറ്റ് കിട്ടിയവർക്ക് 1000 യൂറോ തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു ഓഫറും കൂടെ വെച്ചു, ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ വെച്ചു. അപ്പോൾ അതിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കി പർച്ചേസ് ചെയ്യിക്കാൻ. ആൾക്കാർ വിചാരിക്കുമ്പോൾ ഓക്കെ, ഇവനെങ്ങാനും 500 എത്തിയാൽ നമുക്ക് 1000 തിരിച്ചു കിട്ടുമല്ലോ. ഇനി അല്ലെങ്കിൽ പോലും ആദ്യത്തെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ബർത്ത്ഡേയുടെ എഫക്റ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പ്ലസ് വേറൊരു സ്ട്രാറ്റജിയും കൂടെ ഇതിൽ കൊണ്ടുവന്നു. ഇതിപ്പോൾ ഒരു വ്യക്തിയായിട്ട് വന്ന് വാങ്ങിച്ചവരുടെ ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് പോയി ചില ബിസിനസ്സുകാർ അവരുടെ ബിസിനസ്സിനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൻ പൈസയാണ് അവർ പരസ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, അതായത് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യം. അപ്പോൾ ആ ഒരു തിയറി ഞാൻ എൻ്റെ പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവന്നു. അതായത് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഞാൻ എൻ്റെ പേജുകളിലൂടെ ഷോക്കേസ് ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞെന്നാൽ ഞാൻ ഇട്ടിരിക്കുന്ന 50 യൂറോയൊന്നും അല്ല. കൊളാബ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പൈസയാണ്. നമ്മുടെ നാട്ടിലെ റേറ്റൊക്കെ പറയുകയാണെങ്കിൽ ഓരോ ചെറിയ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിന് പോലും ചിലപ്പോൾ ഒരു 50,000, ഏറ്റവും കുറഞ്ഞത് 50,000 തൊട്ട് ചിലപ്പോൾ ഒരു 2 ലക്ഷം വരെ ചെറിയ ഇതായിട്ട് കൊളാബ് ചെയ്യുന്നതിന് പോലും നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ് മേടിക്കുന്നുണ്ട്. സത്യമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിനേക്കാളും കൂടുക യഥാർത്ഥത്തിൽ. പക്ഷേ ഞാനത് ഒന്നും നോക്കിയില്ല. എനിക്ക് ആദ്യത്തെ ഒരു 10 വാലറ്റിൽ 50 യൂറോ മതി. എനിക്ക് തുടങ്ങുക എന്നുള്ളതാണ്, നമ്മൾ തുടക്കത്തിലേക്ക് കരിഞ്ഞ് വീഴാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ 50 യൂറോ ഒരു ബേസ് പ്രൈസ് ഇട്ടു. അപ്പോൾ ആരെങ്കിലും ബിസിനസ്സുകാർ വരികയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു എർഗോ ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജെയ്മോൻ കണ്ണാമ്പള്ളി എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഓർഡർ തന്നിട്ടുണ്ട്. ഞാൻ 4ാമത്തെ വാലറ്റ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ കാര്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു, എർഗോ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നു. ആ ഇൻഷുറൻസിൽ അയാൾക്ക് എന്തൊക്കെ കസ്റ്റമേഴ്സ്, അയാൾക്ക് മലയാളികളെ ഇവിടെ ജർമ്മനിയിലായതുകൊണ്ട് മലയാളികൾക്ക് ജർമ്മനി വന്നാൽ പോലും ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ പാടാണ്. അപ്പോൾ ഇപ്പോൾ ജെയ്മോനോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് മലയാളി ആയിട്ടുള്ള അവരുടെ ടീം അംഗങ്ങളുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് ഈ ഇൻഷുറൻസിൻ്റെ, ഇവിടെ ജർമ്മനിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഇൻഷുറൻസ് എടുക്കാതെ പറ്റത്തില്ല. അപ്പം നമുക്ക് ആ ഇൻഷുറൻസ് കമ്പനിയായിട്ട് സംസാരിക്കണമെങ്കിൽ മലയാളത്തിൽ തന്നെ അവരുടെ കസ്റ്റമർ സർവീസുമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ജെയ്മോൻ്റെ ടീമിനും അവരെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ആ ജെയ്മോന് സംബന്ധിച്ചിടത്തോളം എന്തായി, ജെയ്മോൻ ഒരു വാലറ്റ് വാങ്ങിച്ചപ്പോൾ ആ വാലറ്റ് വാങ്ങിച്ചതിലൂടെ ഞാൻ ജെയ്മോൻ്റെ കമ്പനിയെ നമ്മൾ ജസ്റ്റ് ഷോക്കേസ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ജെയ്മോൻ ഇവിടെയുണ്ട്, അവർ എർഗോയുടെ കാര്യങ്ങളൊക്കെ നോക്കിത്തരും, അവർക്ക് വിവിധ തരത്തിലുള്ള ഓഫറുകളുണ്ട്, ലൈക്ക് കിഡ്സിനുള്ള ഇൻഷുറൻസുകളുണ്ട്, ഓൾഡ് ഏജിലെത്തുമ്പോൾ ഇൻഷുറൻസുകളുണ്ട്, അതുപോലെ പലതരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ തന്നെ അവർ പറഞ്ഞുതരും. അപ്പോൾ ആ ഒരു ഡേറ്റ, ആ ഒരു ഇൻഫർമേഷൻ എൻ്റെ വീഡിയോ ചാനലിലൂടെ നമ്മൾ പാസ് ചെയ്തപ്പോൾ കുറേ ആളുകളിലേക്ക് അത് അവരൊക്കെ എത്തി. മാത്രമല്ല, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് അവരുടെ ബിസിനസ് ചെലവിൽ പോവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അവർക്കത് ചെറിയ പൈസയ്ക്ക് അവരുടെ പരസ്യം ഇവിടെയുള്ള കുറേ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതാണ്, ആ ഒരു പോയിൻ്റാണ് ഞാൻ എൻ്റെ വാലറ്റിലൂടെ കൊണ്ടുവന്നത്. എൻ്റെ വാലറ്റ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 3-4 വീഡിയോസ് ഇത് വാലറ്റിന് വേണ്ടി ചെയ്യും. ഇതെല്ലാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും എല്ലാം നമ്മൾ പരസ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ പറയും ഇതാരാണ് മേടിച്ചത്, അവരുടെ പ്രത്യേകത എന്താണ്. അപ്പോൾ അവർക്ക് എന്താണ്, വാലറ്റിനേക്കാളും അവർക്കൊരു വാല്യൂ കിട്ടി. എന്താണ്, അവരുടെ പരസ്യം പോയി. മനസ്സിലായോ? എനിക്കും ഒരു പ്രത്യേക എക്സ്ട്രാ വാല്യൂ കിട്ടി, ഒരു പ്രീമിയം വാല്യൂ എനിക്ക് കിട്ടി. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ആകെ പറയാനുള്ളത് എന്താണ്, ആകെ ഈ വാലറ്റ് മാത്രമേ ഉള്ളൂ. ഈ വാലറ്റിൻ്റെ ഗുണം എനിക്ക് പറയാനുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ
അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ചിലവാക്കിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണത്. മനസ്സിലായോ? കാരണം ഇത്രയും മൾട്ടിപ്പിൾ വീഡിയോസിലൂടെ അവരുടെ കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പം അങ്ങനെ ഞാൻ അതിനെ ഡിസൈൻ ചെയ്തു. അതാണ് വാലറ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന 2-3 രീതി. മനസ്സിലായോ? ഇതാണ് യൊമാട്ടിയുടെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിയിലെ ഒന്നാമത്തെ ഡയറക്ഷൻ. അതായത് വീട്ടിലിരുന്ന് നമ്മളൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് വാലറ്റ് ഉണ്ടാക്കുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാലറ്റ് തന്നെ ഉണ്ടാക്കാം. ഇതിലിപ്പോൾ 1000 പേര് 1000 പേര് വാലറ്റ് ഉണ്ടാക്കിയാൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് നമുക്കത് ലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിനിവിടെ ആളുകളുണ്ട് താനും. ഇതേ സ്ട്രാറ്റജി നിങ്ങൾ അതേപോലെ നിങ്ങൾക്കും ഒരു ബ്രാൻഡായിട്ട് തുടങ്ങും. പക്ഷേ അത് കാരണം ഒരു ബ്രാൻഡായിട്ട് തുടങ്ങണം. നമ്മൾ വെറും ഒരു വാലറ്റായിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിനത് ചില നിയമപരമായ ചില നമ്മൾ രജിസ്ട്രേഷൻസുകൾ എടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ പേരായിട്ടുള്ള യൊമാട്ടി, അത് ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്തൊരു പേരാണ്. അത് ഞാനായിട്ട് ഉണ്ടാക്കിയൊരു പേരാണ്. അതുപോലെ ആ ലോഗോയും ഉണ്ടാക്കണം. ഇതാണ് എൻ്റെ ലോഗോ. സോ ഇതാണ് എൻ്റെ ലോഗോ. ഈ ലോഗോ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത സംഭവമാണ്. അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ മറ്റ് പേജുകളിൽ കാണുവാണെങ്കിൽ കാണാം. അപ്പോൾ ഒരു ലോഗോയും ഒരു പേരും നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. അതിനെ നമ്മൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പേരിലാക്കി. അതിനുശേഷം ഈ സ്ട്രാറ്റജിയിലൂടെ ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഇതേ ഒരു സ്ട്രാറ്റജി കോപ്പി ചെയ്യാൻ സാധിക്കും. കോപ്പി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്റ്റ് എൻ്റെ ലോഗോയും പേരും ഒഴിച്ച് ഇതേ സ്ട്രാറ്റജി കോപ്പി ചെയ്ത് ലോകത്ത് എവിടെ ഇരുന്നും ഏത് വീട്ടിലിരുന്നും അല്ലെങ്കിൽ ഏത് നമ്മുടെ ജോലി സ്ഥലത്ത് എവിടെയായും ആയിക്കോട്ടെ. ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനിത് മാറ്റുന്നത്. സൺലൈറ്റ് കയറി വരുന്നു. ഓക്കെ, ലോകത്ത് എവിടെയും ആയിക്കോട്ടെ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, സത്യം പറയാമല്ലോ, ഉള്ളത് പറയുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി സൗകര്യം കുറവാണെങ്കിൽ, നമ്മുടെയൊക്കെ ഇപ്പം വീടുകൾ കുറവാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്തിരുന്നാണ് നമ്മൾ ഒരു മുറിയിലിരുന്നാണ് നമ്മളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ അതാണ് ഐഡിയൽ. ഞാൻ പറയും അതാണ് ഐഡിയൽ. കാരണം നമ്മൾ ഏറ്റവും മോശമായ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് അസൗകര്യങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ ഇരുന്ന് തുടങ്ങുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി നമുക്ക് സോഷ്യൽ മീഡിയയുടെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ എന്ന് ഞാൻ പറയും. കാരണം അങ്ങനെ തുടങ്ങുന്ന ആ ഒരു സ്റ്റോറിക്കാണ് കുറച്ചുകൂടെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറച്ചുകൂടെ എന്താ പറയുക റീച്ച് കിട്ടാൻ പോകുന്നത്. മനസ്സിലായോ? കാരണം അത്തരത്തിൽ സാഹചര്യത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഒരുപാട് റിലേറ്റബിൾ ആകും. കാരണം പെട്ടെന്ന് ഒരുപാട് ഇതുപോലത്തെ സാഹചര്യമുള്ള ആളുകളുണ്ടാകും, അവർക്ക് അതുമായിട്ട് റിലേറ്റബിൾ ആകുമ്പോൾ അവരത് പ്രത്യേകിച്ച് കാണും. കൂടുതൽ ഇവൻ എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകും എന്ന് ആൾക്കാർ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇങ്ങനെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇല്ലാത്തതാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി. വളരെ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എൻ്റെ ആദ്യത്തെ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു. ഇനിയുള്ള സ്ട്രാറ്റജികൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം 10-18 മിനിറ്റായി. അപ്പോൾ അതുകൊണ്ട് അതാണ് യൊമാട്ടിയുടെ ആദ്യത്തെ രീതി. ഇത് പിന്നീട് മറ്റ് പ്രോഡക്റ്റുകളിലേക്കുണ്ട്. അതാണ് എൻ്റെ രണ്ടാമത്തെ. ഇതാണ് നമുക്ക് കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന, ബിസിനസ് ചെയ്യാൻ പറ്റും. മറ്റേത് ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനമാണ്. ഇതിപ്പോൾ നമുക്ക് വാലറ്റ് തന്നെ ഉണ്ടാക്കണമെന്നല്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വൈഫാണെങ്കിൽ ഈ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് ഈ ഒരു കാര്യം ഞാൻ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഇപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഏകദേശം റെഡിയാണ്. അപ്പം ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് അവൾ തന്നെ അഭിപ്രായങ്ങൾ പറയുണ്ടായി. ഇപ്പോൾ വാലറ്റ് മാത്രമല്ല, ലേഡീസിന് ഒരുപാട് മുത്തുകൾ വെച്ച് പല നമുക്ക് ടിക്ടോക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാം ഓരോരുത്തർ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചാനലിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. പക്ഷേ ചിലപ്പോൾ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചെറിയ ഷോർട്ട് വീഡിയോസിൽ ഇതിൻ്റെയൊക്കെ ചെറിയ ഉദാഹരണങ്ങളോ അല്ലെങ്കിൽ ഇമേജസോ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ അധികം വീഡിയോ എഡിറ്റ് ചെയ്യാതിരുന്ന വീഡിയോ ആയതുകൊണ്ട് അതിനൊന്നും ഇത് കയറ്റാൻ പറ്റത്തില്ല. അത് ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെയൊക്കെ കുറേ ലിങ്കുകൾ എൻ്റെ വൈഫ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഇമേജസുകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അത് ഞാൻ വേറെ വേണമെങ്കിൽ ഷോർട്സ് ആയിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ നിരവധിയായ ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ വീട്ടിലിരുന്ന് ഉണ്ടാക്കുക, അതിനുവേണ്ടി കണ്ടന്റുകൾ ഉണ്ടാക്കുക. അത് പക്ഷേ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സ്ട്രാറ്റജിയൊക്കെ വെച്ചാൽ, കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമുക്ക് അതോടൊപ്പം തന്നെ ഈ വ്യൂവർഷിപ്പ് കൂടുമ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ സെല് ചെയ്യാൻ പറ്റുന്ന, പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ സെല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഇതിൻ്റെ സൈഡിൽ വെക്കുക. അതാണ് എൻ്റെ ഉദാഹരണമാണ് ഈ തൊപ്പി. ഈ ക്യാപ്പുകളാണ് എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ്. അങ്ങനെ കൂടുതൽ സെല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഇതിൻ്റെ ആദ്യത്തെ ബാച്ച് ഉടനെ വരുന്നുള്ളൂ, ഒരാഴ്ചക്കുള്ളിൽ വരും. അത് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പയ്യെ സ്പെഷ്യൽ
എഡിഷൻസ് ആയിട്ട് കൊണ്ടുവന്ന് പയ്യെ പയ്യെ നമുക്ക് ഈ മാർക്കറ്റിലേക്ക് ചെറിയ രീതിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് സ്വന്തം വീട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറിയ പരിപാടി തുടങ്ങി അതിനെ വലിയ രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് പോകും. നമ്മുടെ സോഷ്യൽ മീഡിയ അൽഗോരിതംസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഐഡിയ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഗീവ് അവേ ഞാനിപ്പോൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ആ ഗീവ് അവേസിലൂടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ തന്നെ ഗീവ് അവേ കൊടുത്താൽ മതി. അത് പയ്യെ 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 ആ സോഷ്യൽ മീഡിയ അൽഗോരിതംസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടി നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് വാല്യൂ ഉണ്ടാക്കി അതുപോലെ തന്നെ കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും സൈഡിൽ വെച്ച്, എൻ്റെ ഉദാഹരണമാണ് ക്യാപ്പ്, സൈഡിൽ വെച്ച് അതും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങി പയ്യെ 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 വളർത്തിക്കൊണ്ട് വന്ന് ഒരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് യൊമാട്ടി ബിസിനസ് സ്ട്രാറ്റജി. അതിൻ്റെ ആദ്യത്തെ ഡയറക്ഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ക്യാപ്പുകളെ കുറിച്ച് കൂടുതലായിട്ട്, എന്തുകൊണ്ട് ക്യാപ്പുകൾ വന്നു, എന്തൊക്കെയാണ് നമുക്ക് ഇതുപോലെ സൈഡിൽ വെച്ച് വിൽക്കാൻ പറ്റുന്നത്, എൻ്റെ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജിയുടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ നനയുമ്പോൾ ചീര നനയുക എന്ന നാട്ടിലെ ഒരു പ്രയോഗമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ കൃഷി ചീരയാണ്, പക്ഷേ ഞാൻ പറയുന്നത് മുഴുവൻ വാഴയെക്കുറിച്ചാണ്. വാഴ എന്ന് ഉദ്ദേശിച്ചാൽ വാലറ്റിനെ കുറിച്ചാണ്. ഞാൻ വാലറ്റിനെ കുറിച്ചായിരിക്കും കൂടുതൽ വീഡിയോകൾ ചെയ്യുക. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ സൈഡിൽ തൊപ്പി കാണും. പക്ഷേ തൊപ്പിയാണ് എൻ്റെ യഥാർത്ഥ ബിസിനസ്. കാരണം അതാണ് എനിക്ക് മാക്സിമം സെല്ല് ചെയ്യാൻ പറ്റുന്നത്. ഇതെനിക്കൊരു മാസം 100, 200, 1000, 10,000 എത്ര വേണമെങ്കിലും ഡിമാൻഡ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് അതനുസരിച്ച് ഗ്രോത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ വാലറ്റ് ഒരിക്കലും എനിക്ക് മാസത്തിൽ 2, 3 ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം ആ വാലറ്റ് വഴിയാണ് എൻ്റെ ക്യാപ്പുകൾ ഞാൻ ഷോക്കേസ് ചെയ്യുന്നത്. എൻ്റെ സാധനങ്ങളിൽ പരസ്യം കൊടുക്കാൻ വേണ്ടി, അതിനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരസ്യ ബോർഡുകളാണ് യഥാർത്ഥത്തിൽ എൻ്റെ വാലറ്റും അതിൻ്റെ കണ്ടന്റുകളെല്ലാം. എന്നാൽ വാലറ്റിനൊരു വില കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? ആ വാലറ്റിന് വില കിട്ടാനുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇതാണ് യൊമാട്ടിയുടെ ബിസിനസ് സ്ട്രാറ്റജിയുടെ ഒന്നാമത്തെ ഡയറക്ഷൻ. അടുത്ത ഡയറക്ഷൻസ്, മൾട്ടിപ്പിൾ ഡയറക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഡയറക്ഷൻസ് മറ്റ് വീഡിയോകളിൽ, മുന്നോട്ടുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെ നിങ്ങൾ കണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ടോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീഡിയോ സാധിക്കുന്നു ചുമ്മാ ലൈക്ക് ചെയ്യുക, ഈസി ആയിട്ട് ലൈക്ക് ചെയ്യാം. അതുപോലെ വീണ്ടും വീഡിയോ കാണണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.